മക്കളെല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് CD അല്ലെങ്കിൽ വലിയ കാരിൽ കുറിച്ചി എന്നൊക്കെ പറയും. എല്ലാവരും ഈ മീൻ എന്താ പറയുന്നതെന്ന് പറയണേ. അപ്പോൾ ഇത് ഞാൻ തേങ്ങ അരച്ച് കുറുകിയ ചാറോടുകൂടി ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. പ്രത്യേക രുചിക്കൂട്ടുകളാണ് ഇതിന് തയ്യാറാക്കി. ഇതേ രീതിയിലാണോ നിങ്ങൾ തയ്യാറാക്കാറ്? അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇതിനായിട്ട് വലിയ CD, ഇതാണ് CD കേട്ടോ, കുറിച്ച് വലിയ കാരിൽ. അപ്പം ഇത് നമ്മളിതിൻ്റെ പുറത്ത് ചുണ്ണാമ്പുണ്ടാണ്. നമ്മൾ ഈ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ഉരച്ചാൽ അത് പോവില്ല. ഇനി സ്ക്രബ്ബർ ഉപയോഗിച്ചാണ് ഞാൻ ഈ ചുണ്ണാമ്പ് കളയുന്നത്. കണ്ടില്ലേ? പെർഫെക്റ്റായിട്ട് ഇതിനകത്തുള്ള ആ ചുണ്ണാമ്പെല്ലാം പെട്ടെന്ന് പോയി കിട്ടും. കണ്ടില്ലേ? നമ്മൾ ഉപ്പിട്ട് റാഗിയാലും ഇങ്ങനെ ഉപ്പിട്ട് തേക്കുമല്ലോ, അങ്ങനെ തേച്ചാലും കല്ലിലിട്ട് തേച്ചാലും ഒന്നും ഇതേ രീതിയിൽ പോകില്ല. അപ്പോൾ ഈ സ്ക്രബ്ബറിൻ്റെ ആ പറവറാന്നുള്ള ആ കൊണ്ടിങ്ങനെ ഉരച്ച് തേച്ച് കഴിയുമ്പോൾ ആ ചുണ്ണാമ്പെല്ലാം നല്ല രീതിയിൽ പോയി. പിന്നെ നമ്മൾ ഉപ്പിട്ട് തേച്ച് കഴുകിയെടുക്കും കേട്ടോ. ഉപ്പിട്ട് കുറേ നേരം കഴുകി ഇതിൻ്റെ ഉളുമ്പെല്ലാം കളഞ്ഞ് നമ്മളെടുക്കും. അതിനുശേഷം നമ്മളിതിൻ്റെ ചിറക്, ഈ താഴെ ഭാഗത്തുള്ള ചിറക് ഇതേ രീതിയിൽ വലിച്ചൂരി കളയണം കേട്ടോ. അതിൻ്റെ പുറത്തുള്ള ചിറകൊക്കെ നമ്മൾ കത്രിക കൊണ്ട് ഈ കട്ട് ചെയ്യാതെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള അത് നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ പറ്റില്ലാണ്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് പെട്ടെന്നായത് ഇതിൻ്റെ ചുണ്ണാമ്പ് കളഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് ഇത് വെട്ടിയെടുക്കാൻ പാടൊന്നുമില്ല കേട്ടോ. ഇതേ രീതി ചുണ്ണാമ്പ് കാണുന്ന നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല, ചുവയ്ക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ചെകളയൊക്കെ അപ്പോൾ കിട്ടും, അവിടെ കിടന്ന് കരയുന്നുണ്ട്, അവന് കൊടുക്കാൻ ചെകള എടുത്ത്. എന്നിട്ട് നമ്മളത് ഉപ്പും ഇട്ട് തേച്ച് കഴുകി മഞ്ഞപ്പൊടിയിലിട്ട് നമ്മൾ കുറേ നേരം വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിലെല്ലാം വെട്ടി കഴുകി തേച്ച് കഴുകി നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പം ഇതിലേക്ക് കണ്ടില്ലേ, അതിൻ്റെ പൂവെല്ലാം പറിച്ചെടുത്ത് നമ്മൾ കിട്ടുന്നു കൊടുക്കാം. പിന്നെ ഇതിന് അരപ്പിനായിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ അതങ്ങ് കഴന്നു പോയായിരുന്നു കേട്ടോ. നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ കറുപ്പ് ഭാഗം അടിഞ്ഞ് വരും. പിന്നെ ഒരു 5-8 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. നമുക്കിനി മിക്സിയിലിട്ട് നല്ല തരിതരിപ്പോടുകൂടി അങ്ങ് ഫൈൻ പേസ്റ്റാക്കി അരയ്ക്കണ്ട, തരിതരിപ്പോടുകൂടി അരച്ച് വെക്കുമ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. 2.5 ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ 2 ടീസ്പൂണിന് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എന്ന അനുഭവത്തിൽ നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 കഷ്ണം ഇഞ്ചി ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചതയ്ക്കും നമ്മളിനി കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാളയും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-8 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർക്കല്ല കേട്ടോ, തേങ്ങ അരച്ച് വെക്കുന്നതായതുകൊണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ഇത്രയും പുളി, 3 കഷ്ണം നല്ല പുളിയുള്ള പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായ ചട്ടിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. കടുക് ഇട്ടു, 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവായും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി ആദ്യം ചേർത്ത് കൊടുക്കും. ഇഞ്ചി ഒന്ന് ക്രിസ്പി ആകാത്ത രീതിയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷമേ നമ്മൾ ഈ ഇഞ്ചി ഒന്ന് നന്നായിട്ട് മൂക്കണം കേട്ടോ, ക്രിസ്പി ആവണ്ട. നന്നായിട്ട് മൂത്തതിന് ശേഷമേ നമ്മളിതിലേക്ക് സവാള ഇട്ട് കൊടുക്കത്തുള്ളൂ. നമ്മൾ സവാള ഇട്ട് കൊടുക്കുവാണ്. ഇനി സവാള നമുക്ക് കറിക്കകത്തൊന്ന് തടയാനും ഒരു തിക്ക് കിട്ടാനും വേണ്ടി കേട്ടോ. തിക്കല്ല, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്താൽ. സവാള മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് അല്ലെങ്കിൽ അലുത്ത് പോകും, അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇടുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തു. ഈ പുകയ്ക്കുന്ന പുക ചുവയ്ക്കത്തില്ല കേട്ടോ, നമ്മുടെ ഈ ചട്ടി ഇങ്ങനെയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, തരിതരിപ്പോടുകൂടി നമ്മുടെ തേങ്ങ ഇതിൽ അരച്ച് കൊണ്ടുവന്നു. ഇത് നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് ആ പുളി എടുത്ത് വെച്ചിരുന്ന പുളിയും വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. നല്ല പുളിയുള്ള പുളിയാണ്, ഇത് തന്നെ പുളി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കാൻ. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. നേരത്തെ അങ്ങ് ഉപ്പിടരുത്. അപ്പോൾ ഈ അരപ്പ് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ മീൻ ഓരോന്നോരോന്നായിട്ടങ്ങ് പറക്കിയിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് താഴ്ത്തി ഈ വെള്ളം, ഈ ചാറ് മുകളിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ മീൻ താഴ്ന്ന് കിടക്കണം. എന്നിട്ട് നമ്മളിതൊന്നാണ്ട് ഇതേ രീതിയിൽ അടച്ചു വെക്കണം കേട്ടോ. ഇത് തിളയ്ക്കുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഇത് തിളച്ച് തൂവിപ്പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും.
അങ്ങനെ നമ്മൾ തുറന്നു നോക്കി വീണ്ടും ഒന്ന് കൂട്ടി ചേർത്ത് ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഈ സമയത്ത് ഇളക്കിയാലൊന്നും പൊടിയത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് കുറുകി പറ്റിച്ചെടുക്കും. കണ്ടില്ലേ, നമ്മുടെ വെന്തു. നമ്മൾ ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇച്ചിരി കറിവേപ്പില കൊണ്ട് ചേർത്ത് കൊടുക്കുക. ഇനിയും വെളിച്ചെണ്ണയൊന്നും ഇതിനെ പുറത്തൊന്നും താളിക്കുകയൊന്നും വേണം കേട്ടോ. കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ വീണ്ടും അടച്ചു വെച്ച് കുറുകി നമ്മുടെ കറി ഇവിടെ റെഡിയായി. എല്ലാവരും ഇതേ രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യണം. ഈ മീൻ ഇങ്ങനെ കറി വെച്ചാൽ വളരെ ടേസ്റ്റാണ്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ. ചപ്പാത്തി, പിന്നെ പുട്ട്, ഇടിയപ്പം, അപ്പം എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണ്. അപ്പോൾ എല്ലാവരും പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടെ ചെയ്യുക. അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി ചോറ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.